കെ.പി. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാം അറസ്റ്റിലാകുകയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കം ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. അവർ അതേപോലെ തിരിച്ചിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. SITയുടെ അന്വേഷണം കാര്യക്ഷമല്ല. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ്. പക്ഷേ ആ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത കാരണം പല പഴുതുകളും ഈ കുറ്റക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ്. പഴുതുകൾ ഒരുക്കി കൊടുക്കുക തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ള വിമർശനവും ശക്തമാണല്ലേ? അതെ, തീർച്ചയായും. എൻ വാസു അല്ലെങ്കിൽ പത്മകുമാർ, ആ കാലയളവിലൊക്കെ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന S. ജയശ്രീ, അവർ മേൽക്കോടതിയിൽ വരെ പോയി. സെക്രട്ടറി അല്ലേ? അതെ, മുൻ ദേവസ്വം സെക്രട്ടറിയാണ്. അവർ ഇളവുകൾ നേടിയിരുന്നു. പക്ഷേ അവരെ ഇന്ന് കൃത്യമായി ചോദ്യം ചെയ്യുകയാണ്. ED മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ തുടരുകയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യലിലാണ് അവർ ഹാജരായത്. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നാണ് SIT റിപ്പോർട്ട്. മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കം 3 പേരെ ED ചോദ്യം ചെയ്തിരുന്നു. കേസിൽ 4ാം പ്രതിയാണ് S. ജയശ്രീ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ചോദ്യം ചെയ്യൽ രാവിലെ 10 മണിക്ക് തുടങ്ങിയതാണ്. S. ജയശ്രീയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുകയാണ്. കാരണം സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തി അത് അടക്കമുള്ള രേഖകൾ നമുക്കറിയാം. ദേവസ്വം ബോർഡ് പോലെ, ദേവസ്വം ബോർഡ് എന്നല്ല, ഏത് സംവിധാനത്തിലും ആ സർക്കാർ സംവിധാനത്തിൽ സെക്രട്ടറിക്ക് കൃത്യമായ പങ്കുണ്ടാവും. കാരണം അതിൻ്റെ ഔദ്യോഗിക രേഖകൾ കൈകാര്യം ചെയ്യുന്നത്, അതിൽ ഒപ്പുവെക്കുന്നത് അടക്കം ഉള്ള കാര്യങ്ങളിൽ സെക്രട്ടറിമാർക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ടാകും. അപ്പോൾ S. ജയശ്രീക്ക് അതിൽ നിന്ന് ഒളിച്ചു പോകാൻ കഴിയില്ല. എന്താണ് കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു? വിനോദ്, ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ SIT രജിസ്റ്റർ ചെയ്ത കേസിലെ 4ാം പ്രതിയാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള S. ജയശ്രീ. ജയശ്രീ ഇന്ന് രാവിലെ 10 മണിക്കാണ് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായത്. ചോദ്യം ചെയ്യൽ നിലവിൽ തുടരുകയാണ്. ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് ജയശ്രീക്കെതിരായിട്ട് ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം. അതായത് ജയശ്രീ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറ്റകുറ്റപ്പണിക്കായിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനായിട്ട് ഉത്തരവിറക്കിയത് ജയശ്രീ ആയിരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന N. വാസുവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജയശ്രീ ഒരു തുടർ നടപടി സ്വീകരിച്ചത്. പക്ഷേ ജയശ്രീ എന്ന SITക്ക് മൊഴി നൽകിയിട്ടുള്ളത്, അതായത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം താൻ ഉത്തരവായിട്ട് അത് ഇറക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. തന്റെ ഭാഗത്തു നിന്നും തെറ്റുകളൊന്നും തന്നെ, നിയമവിരുദ്ധമായിട്ടുള്ള വീഴ്ചകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു മൊഴിയാണ് SITക്ക് മുൻപിൽ അടക്കം ജയശ്രീ നൽകിയിട്ടുള്ളത്. എന്തായാലും ED അന്വേഷിക്കുന്നത് ജയശ്രീയുടെ സാമ്പത്തിക ഇടപാടുകൾ, ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സാമ്പത്തിക ലാഭം ജയശ്രീക്ക് ലഭിച്ചിട്ടുണ്ടോ, മാത്രവുമല്ല ഈ സാമ്പത്തികമായിട്ടുള്ള മറ്റിടപാടുകൾ, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് വഴി മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ജയശ്രീയുമായിട്ട് നടത്തിയിട്ടുണ്ടോ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും നടത്തുന്നത്. എന്തായാലും 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും കൊച്ചിയിലെ EDയുടെ ഓഫീസിൽ തുടരുകയാണ്. നേരത്തെ 3 പേരെ ED ചോദ്യം ചെയ്തിരുന്നു. അതിൽ മുഖ്യപ്രതികളിലൊക്കെ തന്നെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. മുരാരി ബാബു, അതോടൊപ്പം തന്നെ ശ്രീകുമാർ, സുധീഷ് കുമാർ, ഇവരുടെയൊക്കെ തന്നെ മൊഴികളാണ് നിലവിൽ ED രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ തന്നെയാണ് ജയശ്രീയുടെ മൊഴിയും രേഖപ്പെടുത്തുന്നത്. ജയശ്രീ 2017 ജൂലൈ മാസം മുതൽ 2019 ഡിസംബർ മാസം വരെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു. 2020 സർവീസിൽ നിന്ന് വിരമിച്ചു. ആ കാലയളവിൽ സാമ്പത്തികമായിട്ടുള്ള ഇവരുടെ ക്രയവിക്രയങ്ങൾ അടക്കം ED പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ED ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ചോദ്യം ചെയ്യുന്ന 4ാമത്തെ ആളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിട്ടുള്ള S. ജയശ്രീ. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. നേരത്തെ സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണവുമായിട്ട് സഹകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും നിലവിൽ ജയശ്രീക്ക് സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.